കുതിച്ചുയരുകയാണ്. കേട്ടോ, GST കുറയ്ക്കാൻ പോവുകയാണ്. 5 മുതൽ 28% വരെ എന്നുള്ള നിലയ്ക്ക് നീങ്ങിയിരുന്ന GSTയുടെ മിക്ക വസ്തുക്കളുടെയും വില 18% താഴ്ത്താനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ GSTയും സ്റ്റോക്കും തമ്മിൽ എന്താണ് ബന്ധം? എന്തിനാണ് അത് രണ്ടും ബന്ധപ്പെടുത്തി പറയുന്നത്? യെസ്, രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GST എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ വിൽപ്പന വിലയെ വളരെയധികം ബാധിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി GST കുറയുമ്പോൾ വസ്തുക്കളുടെ വിലയും കുറയും. വില കുറഞ്ഞാൽ പ്രൈസ് ആൻഡ് ഡിമാൻഡ് തിയറി നിങ്ങൾക്കറിയാമല്ലോ. പ്രൈസ് കുറഞ്ഞാൽ പലപ്പോഴും ആവശ്യമുള്ള വസ്തുക്കൾക്ക് ഡിമാൻഡ് കൂടും. കാരണം വില കുറയാണ്. സിമെന്റിന് ഒരു ചക്ക് സിമെന്റ് ഞാൻ വാങ്ങിക്കാൻ പോകുമ്പോൾ കൂടുതൽ വിലയാണെന്ന് കണ്ടാൽ ഞാൻ ചിലപ്പോൾ പിന്മാവും. പക്ഷെ വില കുറച്ച് കുറഞ്ഞു എന്ന് കണ്ടാൽ ഞാൻ ചിലപ്പോൾ വാങ്ങിക്കാൻ തയ്യാറാവും. സോ ഈ വസ്തുക്കളുടെ ഈ റോ മെറ്റീരിയൽസിന്റെ വില കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൺസ്ട്രക്ഷൻ ആ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന പല പല ഉൽപ്പന്നങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ വിലയും കുറയുകയാണ്. അങ്ങനെ അവരും ബൂസ്റ്റപ്പ് ആവുകയാണ്. അപ്പൊ ഇതാണ് അതിന്റെ തത്വം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റും GSTയും തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ. അപ്പൊ ഈ GSTയുടെ ഈ ഒരു തീരുമാനം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന് വളരെ വളരെ ഗുണകരമാണ്.